മനതോറും മുമ്പ് സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അലീന എന്തുകൊണ്ടും ആ വീട്ടിലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെയാണ് കൃഷ്ണമോള് പറയുന്നുണ്ട് ബബിതയുടെ അടുത്ത്, എന്തായാലും ഇനി ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു സന്തോഷം ഉണ്ടായിരിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും കിടന്നുറങ്ങുന്ന ബബിതയുടെ അടുത്ത് ചോദിക്കുമ്പോൾ പറയുക, എനിക്ക് എന്നാലും അലീന ചേച്ചി ഉള്ളപ്പോഴത്തേക്കുള്ളൊരു സന്തോഷം അതൊന്ന് വേറെ തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. അതെനിക്കും അങ്ങനെയാണ്, അതുകൊണ്ട് നിനക്കും അങ്ങനെയെന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചതേ ഉള്ളൂ എന്നൊക്കെ കൃഷ്ണ പറയുന്നുണ്ട്. ഇത് കേട്ടുകൊണ്ട് വരുന്നുണ്ട് അലീന. എന്താ ആരും ഉറങ്ങിയില്ലേ, എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇല്ല, ഇവിടുന്ന് പോകുമ്പോഴത്തേക്കിനി എങ്ങനെയായിരിക്കും നമ്മുടെ അവസ്ഥയെന്ന് ചിന്തിക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടും അലീന പറയുക, നിങ്ങളെ ഞാൻ എവിടെ പോയിരുന്നല്ലോ ഒരിക്കലും മറക്കില്ല, അങ്ങനെ മറക്കാൻ പറ്റുന്നവരല്ല നിങ്ങൾ എന്നൊക്കെ പറയുക. അത് മനസ്സിലായ കൃഷ്ണ പറയുക, അത് ശരി തന്നെയാണ്, പക്ഷേ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് മിസ്സ് ചെയ്യുകയും ചെയ്യുമെന്ന് പറയുന്നു. എന്തായാലും അമ്മ വരണമെങ്കിൽ ചേച്ചി പോയാലേ പറ്റുള്ളൂ, എന്നാലും ഞങ്ങൾ പറയുക ചേച്ചി പോകണ്ടെന്ന്, എന്തിനാ ഇങ്ങനത്തെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ബബിത പറയുക, എനിക്ക് ഈ വീട്ടിലെ ജോലിക്കൊന്ന് വന്ന അവസരം മുതൽ ഞാൻ ദേഷ്യത്തിലേ പെരുമാറിയിട്ടുള്ളൂ, എന്നാൽ ഓരോരോ പ്രവൃത്തികൾ കൊണ്ട് മാത്രം എന്നെ ചേച്ചിയിൽ അടുപ്പിച്ചത് തന്നെയാണ്. പക്ഷേ ആ സമയത്ത് പോകുന്നതെന്ന് അറിയുമ്പോഴത്തേക്ക് എനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത കാര്യമെന്ന് പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് മിണ്ടാതെ കിടന്ന് ഉറങ്ങാം, വേറൊന്നും ചിന്തിക്കാതെ എന്നൊക്കെ പറയുന്നുണ്ട് അലീന. അങ്ങനെയാണെങ്കിൽ അലീന പോവുകയും ചെയ്യുന്നുണ്ട്. പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും സർപ്രൈസായിട്ട് വരുന്നുണ്ട് രേവതിക്കുട്ടിയും മാമച്ചനൊക്കെ വരുന്നുണ്ട്. അലീനയെ കാണണമെന്ന് പറഞ്ഞ് കുറേ ദിവസം കൊണ്ട് പിടിവാശിയിലാണെന്ന് കൊണ്ട് കാണിക്കാൻ വേണ്ടി വന്നതാണെന്ന് മാമച്ചൻ പറയുന്നുണ്ട്. എന്തായാലും വന്നത് നല്ല കാര്യം തന്നെയാണ്, എനിക്ക് നിങ്ങളെയൊക്കെ കാണാൻ പറ്റിയല്ലോ, ഞാനങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചിരുന്നതാ എന്നൊക്കെ പറയുക. ഇത് കേട്ടിട്ട് രോഹിത് പറയുക, എന്തായാലും ഈ രേവതിക്കുട്ടിയെന്ന് പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ, ഇതാണ് രേവതിക്കുട്ടിയെന്ന് മനസ്സിലായില്ല, എന്താ അല്ലേ ഭയങ്കര ബഹളം കുട്ടി തന്നെയാണ് എന്നൊക്കെ പറയുക. ഇത് കേട്ടിട്ട് രേവതിക്കുട്ടി തിരിച്ചും കളിയാക്കുന്നുണ്ട്. എന്നാലും വലിയ അറിയപ്പെടുന്ന ആൾ താനല്ലേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. ഇതുകൊണ്ട് സൂക്ഷിച്ച് നോക്കുകയും ചെയ്യുന്നുണ്ട്. അലീന പറയുക, മതി രണ്ടുപേരും കളിയാക്കിയത്, ഇനി കൂടുതലൊന്നും രണ്ടുപേരും പറയണ്ട, മതിയായിരിക്കുന്ന ആഹാരം കഴിക്കുമെന്ന് പറയുക. അങ്ങനെ നിർബന്ധിച്ച് ഫുഡൊക്കെ കഴിപ്പിച്ചിട്ട് വിടാമെന്ന് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ വിളിച്ചപ്പോഴത്തേക്കും. അങ്ങനെ ബാലചന്ദ്രൻ ഫോൺ വിളിച്ചപ്പോഴത്തേക്കും അലീനടുത്ത് പറഞ്ഞു, അലീനയെ എപ്പോഴും സന്തോഷമായിട്ടിരിക്കണമെങ്കിൽ ആദ്യമായിട്ട് രേവതിക്കുട്ടിയൊക്കെ ആയിരുന്നു അവിടെ കൂട്ടുകാരെന്നൊക്കെ പറയാൻ, ഇപ്പോഴല്ലേ ഇവിടെ വന്നത്, അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ നല്ല സ്വീകരണം തരണമെന്ന് അച്ഛനും പറഞ്ഞിട്ടുണ്ട് എന്ന് അലീന പറയുക. അത് ശരി തന്നെയാണ്, ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ചില കാര്യങ്ങളൊക്കെ, എന്നാലും കുറേ കാര്യങ്ങൾ ഒരു കുടുംബങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കുറേ സംഭവങ്ങൾ ചേച്ചിയിലുണ്ടെന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട് എന്ന് ബബിത പറയുക. എന്താ ഇങ്ങനെയൊക്കെ വലിയ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങിയല്ലോ എന്ന് അലീന ചോദിക്കുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രനാണെങ്കിൽ അലീന കുറേ നേരം കൊണ്ട് ഫോണിൽ വിളിക്കുന്നുണ്ട്, എന്നാലും വിളിച്ചിട്ട് കിട്ടാതെ പേടിച്ചിരിക്കുക. അല്ലെങ്കിൽ എൻ്റെ ഒരു കോള് പോകുമ്പോൾ തന്നെ തിരിച്ച് വിളിക്കുന്നതാണ്, പിന്നെ എന്താ വിളിക്കാത്തതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ രേവതിക്കുട്ടി പറയുക, അതാണെങ്കിൽ തിരക്കിലായിരിക്കും, അല്ലെങ്കിൽ ഡ്രൈവിങ്ങിലായിരിക്കും, ശ്രദ്ധിക്കൂല, പിന്നെ വിളിക്കുകയായിരിക്കും, വിഷമിക്കേണ്ട ഒരു കാര്യമില്ല, വേറെ വിശേഷം എന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വീണ്ടും രേവതിക്കുട്ടി പറയുക, നമുക്കൊരു കാര്യം ചെയ്യാം, ഇനിയാണെങ്കിൽ എല്ലാ ദിവസവും ഇങ്ങോട്ട് വരണം എന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് വരണം കേട്ടോ, ആയാലും ഓരോ കാര്യങ്ങൾ പറയാനും ഞാൻ തന്നെ വേണമല്ലേ, ഈ സന്തോഷം കൊണ്ട് ചിരിപ്പിക്കാനും, നേരത്തെ നീയായിരുന്നു, ഇന്ന് എനിക്കിവിടെ 3 പേരുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങളൊക്കെ ഇപ്പം പുറത്തായില്ലേ എന്ന് രേവതിക്കുട്ടി അലീൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ ആ സമയത്താണ് രോഹിത് പറയുക, എന്തായാലും നമുക്ക് ഇവർക്ക് ഒരു വലിയൊരു ട്രീറ്റ് ഇനിയും കൊടുക്കണം കേട്ടോ. അതെന്താ, അത് ഞാൻ നീ ഒരു തമാശ പറയല്ലേ, എന്നേലേ കൂടുതൽ കളിയാക്കുന്നേ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ അച്ഛൻ്റെ അടുത്ത് വിളിക്കട്ടെ, വിളിക്കുമ്പം വഴക്ക് എന്നെ വാങ്ങിച്ചു കൊടുക്കുക എന്നാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഓഹോ, എന്നെ വഴക്ക് പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം ചെയ്യും, എൻ്റെ അച്ഛൻ്റെ അടുത്ത് ഞാൻ പറയും എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക. അലീന പറയും, നിർത്ത് മതി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മാമച്ചൻ പറയുക, ഇനി കുറേ നേരം ആയില്ലേ വന്നിട്ട്, നമുക്ക് പോയാലോ. അങ്ങനെ രേവതിക്കുട്ടിയെ യാത്ര പറഞ്ഞ് അയക്കുകയും ചെയ്യുന്നുണ്ട്. ആ സമയം അലീന ചിന്തിക്കുന്നുണ്ട്, എന്തായാലും ഗോവർദ്ധനും കൂടെ പോയിരിക്കുക, എന്തായിരിക്കും സംഭവിച്ചിരിക്കുന്ന, വിളിച്ചിട്ട് ഫോളും എടുക്കുന്നില്ല, രണ്ടുപേരെ വിളിച്ചിട്ടും കിട്ടുന്നില്ലല്ലോ, എന്താ പേടി, ചിരിക്കാൻ വയ്യ എന്നൊക്കെ പറയുന്നുണ്ട് കൃഷ്ണയുടെ അടുത്ത്. അത് കുഴപ്പമൊന്നുമില്ല, ഇങ്ങോട്ട് വിളിക്കും കേട്ടോ, വിഷമിക്കുന്നു വേണ്ട എന്ന് പറയുന്നുണ്ട്.
അങ്ങനെയാണെങ്കിൽ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഫോൺ വരുന്നുണ്ട്. അത് ഗോവർദ്ധനായിരുന്നു. ഞങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോയപ്പോഴത്തേക്കും ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയായിരുന്നു. അങ്ങനെ ചെറിയൊരു മുറിവൊക്കെ ഉണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിലാണ്. അയ്യോ എന്ത് പറ്റി, ഞങ്ങൾക്ക് കാണണം ഉടനെ തന്നെ എന്നൊക്കെ പറഞ്ഞ് അലീന ബഹളം വയ്ക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, ചെറുതായിട്ടൊന്നും തട്ടിയേ ഉള്ളൂ, എനിക്കും ചെറുതായിട്ടേ ഉള്ളൂ പരിക്ക്, വേറെ പേടിക്കാനൊന്നുമില്ല, അതുകൊണ്ടാണ് വിളിച്ചിട്ട് കിട്ടാത്തത്, നിങ്ങൾ വിഷമിക്കുകയൊന്നും ചെയ്യേണ്ട കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അച്ഛനെങ്കിൽ സംസാരിക്കണം. ഇപ്പം സംസാരിക്കേണ്ട, ചാർജും ഇല്ല മൊബൈലിൽ, കുറച്ച് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് തന്നെ വിളിപ്പിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇത് കേട്ടിട്ട് അലീനയും ബബിതയും രോഹിത്തൊക്കെ ഭയങ്കര വിഷമത്തിലാവുന്നുണ്ട്. എന്തായിരിക്കും അച്ഛന് പറ്റിയത്, ഇങ്ങനെ പറഞ്ഞെങ്കിൽ ഒരു സമാധാനം ഇല്ല, പോവാനും പറ്റില്ലല്ലോ, എവിടെയാണെന്നും അറിയത്തില്ല, ഭയങ്കര വലിയ ദൂരത്തിലാണെന്നാണ് പറയുന്നത്, ഇനി എന്ത് ചെയ്യുമെന്ന് അലീന പറയുന്നുണ്ട്.